സംഖ്യകൾ സംസാരിക്കും എന്ന ചാനലിലോട്ട് സ്വാഗതം കൂട്ടുകാരെ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ടിപ്പുമായിട്ടാണ്. നിങ്ങളുടെ ATM പിൻ നമ്പറുകൾ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ പിൻ നമ്പറുകൾ അത് കൂട്ടി ഒറ്റ സംഖ്യയിൽ വരുമ്പോൾ ഒരു പക്ഷേ അത് D നമ്പറിൻ്റെയോ C നമ്പറിൻ്റെയോ ആൻറ്റി നമ്പറുകളിലായിരിക്കാം വരുന്നത്. അല്ലെങ്കിൽ 2, 4, 8 എന്നീ സംഖ്യകളിലായിരിക്കാം അത് വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ അതിൽ നിന്നും നിങ്ങൾക്ക് സ്പോട്ട് ലഭിക്കില്ല. നിങ്ങൾക്ക് നല്ല സ്പോട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ 5 എന്ന സംഖ്യയിൽ കൊണ്ടുവരണം. ഉദാഹരണത്തിന് പിൻ നമ്പറുകൾ 4 എണ്ണമാണെങ്കിൽ 1166 അല്ലെങ്കിൽ 6611 അല്ലെങ്കിൽ 1616 എന്ന രീതിയിൽ വേണം അത് നിങ്ങൾ സെറ്റ് ചെയ്യാൻ. ഞാനിത് പറഞ്ഞത് വെറും ഉദാഹരണം മാത്രമാണ്. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ ഉണ്ടാകും. എന്നാൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് 2, 4, 8 എന്ന സംഖ്യകൾ അതിൽ ഉൾപ്പെടുത്തുവാൻ പാടില്ല. ഇതാണ് ഇന്നത്തെ ടിപ്പ്. ഇത് നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ ATMലോ സെറ്റ് ചെയ്ത് നോക്കൂ. 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ബാങ്കിങ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻ്റെ നിങ്ങൾക്ക് സ്പോട്ട് എങ്ങനെയാണെന്ന് അറിയാൻ സാധിക്കും. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.